ചെറുവിത്തിൽ നിന്ന് തിളക്കുന്ന ബോട്ടിലേക്ക് ഗോചി കൂടാതെ ചിനു ഒരു രുചികരമായ യാത്ര തുടങ്ങുന്നു. ഫാം മുതൽ ഫാക്ടറിയിലേക്ക്, ശുദ്ധവും സത്യവാനും. ഇന്ന് നമുക്കറിയാം എങ്ങനെയാണ് കെച്ചപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കപ്പെടുന്നത്. തക്കാളികൾ സൂര്യപ്രകാശത്തിൽ വളരുന്നു. ആരോഗ്യകരമായ മണ്ണ് ഓരോതും നല്ലതാക്കുന്നു. ശ്രദ്ധയോടെ തെറിച്ചു ത്രേറ്റുകളിൽ ചുമക്കുന്നു. ഫാക്ടറിയിലേക്ക് അലസമായി നീങ്ങുന്നു മിതമായ രീതിയിൽ. തക്കാളി മുതൽ കെച്ചപ്പ് വരെ പോവാം നോക്കാം. ഫാം മുതൽ ഫാക്ടറിയിലേക്ക് സന്തോഷത്തോടെ പഠിക്കാം. ശുദ്ധവും പുതിയതും യാത്ര സജ്ജമാണ്. ഭക്ഷണം നമുക്ക് ശ്രദ്ധയോടെ ഉണ്ടാക്കപ്പെടുന്നു. തണ്ണീർ സ്പ്ലാഷ് ചെയ്തു തക്കാളികൾ തിളങ്ങുന്നു. മികച്ചവ മാത്രമേ ലൈൻ വഴി പോകൂട. വേവിക്കുക, കലർക്കുക, മസാലകൾ ചേർക്കുക. മധുരവും പുളിപ്പും ഉള്ള മണങ്ങൾ ഉയരുന്നു. തക്കാളി മുതൽ കെച്ചപ്പ് വരെ ഗരവും തിളക്കുന്നതും ശ്രദ്ധയോടെ വേവിച്ചിരിക്കുന്നു. പൂർണ്ണമായി സജ്ജം. സുരക്ഷിതവും മൃദുവുമായ ഓരോ ഘട്ടവും നമ്മൾ കാണുന്നു. ഇങ്ങനെ സോസ് ശ്രദ്ധയോടെ ഉണ്ടാക്കപ്പെടുന്നു. ബോട്ടിലുകൾ നിറച്ച് ക്യാപ്പടയ്ക്കുക. ലേബലുകൾ ചേർത്തു തീർച്ചയായും ശരിയാകും. ഷെൽഫിൽ പോയാൽ തയ്യാറാണ്. ശുദ്ധവും അടച്ചും തല മുതൽ മുകളിൽ വരെ. തക്കാളി മുതൽ കെച്ചപ്പ് വരെ ഇവിടെ അവസാനിക്കുന്നു. സൂര്യപ്രകാശമുള്ള ഫാമുകളിൽ നിന്ന് കുടുംബ സുഹൃത്തുക്കൾക്കൊരു ശ്രദ്ധയോടെ സംരക്ഷിച്ചു. ശുദ്ധവും ബുദ്ധിയുള്ളതും ഭക്ഷണം ശാസ്ത്രവും ഭക്ഷണം ഹൃദയവുമാണ്. ഓരോ ഘട്ടത്തിനും കാരണമുണ്ട്. ശുദ്ധമായ കൈകൾ, ശുദ്ധമായ ഉപകരണങ്ങൾ. നാം എപ്പോഴും ശ്രമിക്കുന്നു ഭക്ഷണത്തിനാദരം. ചെറുതും വലിയതും ഓരോ ബോട്ടിലും നമ്മൾ ശ്രദ്ധയോടെ കാണുന്നു. തക്കാളി മുതൽ കെച്ചപ്പ് വരെ സാഹസം പൂർത്തിയായി. ഗോചി കൂടാതെ ചിനു ഭജനം മധുരമാക്കിയ. ഫാം മുതൽ ഫാക്ടറിയിലേക്ക് പാചകം സത്യം. മറ്റു സമയം പുതിയ ഭക്ഷണ സാഹസങ്ങൾക്കായി കാണാം.